ഇടത് നിരീക്ഷകൻ ശ്രീ എം ജയചന്ദ്രനിലേക്കാണ്. ശ്രീ എം ജയചന്ദ്രൻ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ PS പ്രശാന്തും അജികുമാറും ജയിലിലേക്ക് പോയിരിക്കുകയാണ്. ഇരുവരെയും റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. പ്രശാന്തിൻ്റെ പ്രതികരണം വന്നത് കുടുക്കിയതാണ്, തനിക്കെതിരായ ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് പ്രശാന്തിൻ്റെ പ്രതികരണം ഉണ്ടായത്. എന്താണ് ഇടതുപക്ഷത്തിന്റെ ഈ വിഷയത്തിൽ നിരീക്ഷണം? ഇടതുപക്ഷത്തിന് പ്രശാന്തിനെ സ്വാഭാവികമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം SITക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എത്രയോ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷക്കാരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തില്ലേ? അതിനകത്ത് കുടുക്കിയതാണെന്ന് ആരോപണം ആ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടില്ലല്ലോ. അത് SITക്ക് കിട്ടിയ ഇൻഫർമേഷൻസ്, അവര് അന്വേഷിച്ചിട്ടുള്ള മറ്റേ എവിഡൻസസ് ഒക്കെ വെച്ചിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് തെറ്റ് ശരിയൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ചാർജ് ഷീറ്റ് ഉണ്ട്, ട്രയൽ ഉണ്ടൊക്കെ വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ അത് പറ്റൂ. ഇപ്പൊ SIT പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശാന്തിനെതിരെ അവരുടെ കയ്യിൽ അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാവും. ആ ന്യായങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് SIT അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം, അതാണല്ലോ പ്രശ്നം. അത്ര ഒരു സ്വാതന്ത്ര്യം പ്രശാന്തിനെ പോലെ ഒരാൾ ഉപയോഗിക്കാമോ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പ്രശാന്തിനെ പോലെ ആ സ്ഥാനത്ത് 2 വർഷം ഇരുന്ന ഒരാള് ഏത് ദേവസ്വം പ്രസിഡന്റിനും ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ഒഴികെ 2 വർഷം ഇതുള്ളൂ, സമയമുള്ളൂ, കാലാവധി 24 മാസം. ആ 24 മാസ കാലാവധിയിൽ ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരം കാര്യങ്ങളിൽ തങ്ങളെ ഇങ്ങനെ ചെയ്ത് തങ്ങളെ വഴിതെറ്റിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ചെയ്തതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. അത് അന്വേഷിക്കേണ്ടതാണ്. സ്വാഭാവികമായും ഉന്നത ഉദ്യോഗസ്ഥന്മാര് അങ്ങനെ അവരുടെ പ്രേരണയാലാണ് ഇവരിങ്ങനെ ചെയ്തതെന്ന് പ്രശാന്ത് അവകാശപ്പെടുന്നുണ്ടല്ലോ. ഫയൽ കൊണ്ടുപോയതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് നീക്കിയത്, അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അന്വേഷിക്കാം എന്നുള്ളതിനപ്പുറം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ അത് രാഷ്ട്രീയം കളിച്ചോ? ഗവൺമെന്റിനോ ദേവസ്വം മന്ത്രിക്കോ രാഷ്ട്രീയം കളിക്കാനുള്ള അധികാരമില്ല ഇക്കാര്യത്തിൽ. കാരണം ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT അന്വേഷണമാണ്. ആ SIT നിശ്ചയിച്ചത് പോലും ഹൈക്കോടതിയാണ്, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ്. അതിലെങ്ങനെയാണ് രാഷ്ട്രീയം കളിക്കാൻ പറ്റുന്നത്? അത് കേവല രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങൾ. ഗവൺമെന്റിന് ആഗ്രഹം ഉണ്ടാവും, ഗവൺമെന്റിന് താല്പര്യം ഉണ്ടാവും, പക്ഷെ അത്തരം താല്പര്യങ്ങളും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ലല്ലോ. ഒരു ഘട്ടത്തിലും ഈ SITയുടെ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടേയില്ല. അത് ഏറ്റവും കൂടുതൽ LDF കാലമായിരുന്നല്ലോ, ഇപ്പോഴല്ല UDF വരുന്നത്. ആ കാലത്തും നേരെ രീതിയിൽ തന്നെ അന്വേഷണം പോകുന്നത് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത്. അതിനെ പൂർണ്ണമായ വിശ്വാസത്തിൽ എടുക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കസേരയിൽ നിന്ന് പ്രശാന്തിന്റെ ഉത്തരവാദിത്വം. മറിച്ച് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് ആരുടെയെങ്കിലും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു മയക്കുവിദ്യ എന്നുള്ള നിലയിലേക്ക് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിന് പ്രാധാന്യവുമില്ല. അതിന്റെ അപ്പുറത്തേക്ക് ഒരു പ്രാധാന്യം, ആ പറഞ്ഞ വാക്കില് ഉള്ള പ്രാധാന്യത്തിന് അപ്പുറത്തേക്ക് ഒരു പ്രാധാന്യം പ്രശാന്തിന്റെ വാക്കിൽ കൊണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ശ്രീ എം ജയചന്ദ്രൻ, ഇതുവരെ CPMന്റെ ഭാഗമായിരുന്ന ഒരാൾ ഇത്തരത്തിൽ ഈ കേസിൽ പെട്ടപ്പോൾ, പ്രതി ചേർക്കപ്പെട്ടപ്പോൾ CPM കൈയൊഴിഞ്ഞു എന്ന് പറയുന്ന ഒരു നറേറ്റീവ് കൂടി ഇതോടൊപ്പം പ്രചരിക്കുന്നുണ്ട്. ഇന്ന് VN വാസവൻ പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതം എന്നത് പ്രശാന്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. EP ജയരാജൻ അതിനെ പിന്തുണച്ചുകൊണ്ടാണ് അങ്ങനെ പറയാനാകില്ല പ്രശാന്തിന് എന്നുകൂടി പറയുകയാണ്. നമുക്കറിയാം, കോൺഗ്രസിൽ നിന്ന് വളരെ പെട്ടെന്ന് ഈ ഭരണമാറ്റം ഉണ്ടായ സമയത്ത് വളരെ പെട്ടെന്ന് CPMലേക്ക് എത്തിയ ഒരാളാണ് PS പ്രശാന്ത്. PS പ്രശാന്തിനെ പോലെ ഒരാൾക്ക് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി PS പ്രശാന്തിനെ നിയമിക്കുമ്പോൾ പലരുടെയും നെറ്റ് ചുളിയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. CPMനകത്ത് വലിയ മുറുമുറുപ്പ് ഈ വിഷയത്തിൽ ഉണ്ടായതാണ്. പെട്ടെന്ന് പാർട്ടിയിലേക്ക് ചേക്കേറിയ ഒരാൾക്ക് ഇത്ര വലിയൊരു പദവി നൽകി അദ്ദേഹത്തെ അങ്ങനെ ഇരുത്തേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം പാർട്ടിയുടെ പല കോണുകളിൽ നിന്നും ഉയർന്നതൊക്കെ അങ്ങേക്കും അറിയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എന്ത് ധൈര്യത്തിലാണ് CPM തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലെ ഒരു ഉന്നതമായ ബോർഡിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചത്? അല്ല, അതിലൊന്നും കാര്യമില്ല നീലിമ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നതിൽ. കാരണം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന ശ്രീമാന്മാർ പത്മകുമാർ, വാസു തുടങ്ങിയവരൊക്കെ പിടിച്ചകത്തിട്ടതല്ലേ.
പത്മകുമാർ MLA-യും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ട് തുടരുമ്പോൾ തന്നെയാണ് പിന്നെ പിടിച്ചാകത്തിടുന്നത് അല്ലേ? അവരെ താങ്ങാനായിട്ട് ശ്രീ എം ജയചന്ദ്രൻ, അവരെ അകത്തിടുന്ന സാഹചര്യത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ നിന്ന് കയറി വന്ന, കോൺഗ്രസിൽ അത്ര വലിയൊരു സ്ഥാനത്തൊന്നും ഇരുന്ന ആളല്ല PS പ്രശാന്ത്. ആ ഒരു ലോ പ്രൊഫൈലായിരുന്ന ഒരാൾ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് വരുമ്പോൾ ഇത്ര വലിയൊരു പദവി കൊടുത്ത് എന്തിന് ഇരുത്തി എന്ന ചോദ്യം അന്നേ ഉയർന്നതാണ്. അപ്പോൾ തന്നെ ഈ PS പ്രശാന്തിന് ഇത്തരത്തിൽ ഉന്നതമായ ഒരു പദവി നൽകുന്നതിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ട് എന്ന സംശയം പല കോണുകളിൽ നിന്നും ഉയർന്നതാണ്. ഞാൻ അതേക്കുറിച്ചാണ് അങ്ങയോടൊന്ന് ചോദിച്ചത്. അല്ലാത്ത ആ സമയത്ത് അത് തന്നെ നോക്കോളൂ. PS പ്രശാന്ത് പ്രസിഡന്റ് ആവുന്ന സമയത്ത് മറ്റ് ആസ്പിരൻസ് ഉണ്ടോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്? എന്റെ അറിവിലില്ല. മറ്റേതെങ്കിലും ആസ്പിരൻസ് ആ സ്ഥാനത്തേക്ക് പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞ് നടന്നതായിട്ട് എന്റെ അറിവിലില്ല. ആ സമയത്ത് PS പ്രശാന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം PS പ്രശാന്തിന്റെ കാലാവധി കഴിയുന്ന സമയത്ത് മറ്റു ചിലരൊക്കെ പിന്നെ താല്പര്യപ്പെട്ട് എനിക്ക് ഒന്നുകൂടെ പ്രസിഡന്റ് ആകണം എന്നൊരു മുൻ പ്രസിഡന്റ് താല്പര്യപ്പെട്ട് വന്നിരുന്നു. എനിക്കറിയാം. പ്രശാന്തും ഒന്നുകൂടെ പ്രസിഡന്റ് ആകണം താല്പര്യപ്പെട്ട് വന്നിരുന്നു, അതും അറിയാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെന്നുള്ളതല്ലാതെ പ്രശാന്ത് പ്രസിഡന്റ് ആവുന്ന സമയത്ത് മറ്റാരെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ താല്പര്യമായിട്ട് എവിടെങ്കിലും ചെന്നതായിട്ട് എന്റെ അറിവിൽ ആ സമയത്തും ഇല്ല, ഇപ്പോഴും ഇല്ല കേട്ടോ. അങ്ങനെ നീലിമയ്ക്ക് അറിയാമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ മറുപടി പറയാം അതേപ്പറ്റി.